ഞാൻ പഴയ 7ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ പണിയിലോട്ടങ്ങ് വന്ന്. അന്ന് എൻ്റെ അച്ഛനൊന്നുമില്ല. അച്ഛനൊക്കെ മരിച്ചിട്ട് എൻ്റെ വളരെ കൊച്ചിലാണ് മരിക്കുന്നത്. 44 വർഷം കഴിഞ്ഞ്. പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ CPIയിലെ R. സുഗതൻ, TV തോമസ്, M. വെങ്കോന്നൻ നായർ, ഇങ്ങനെ CPIയിലെ മിക്കവാറുമുള്ള നേതാക്കന്മാർ എൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. സ്ഥിരം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അബ്ദുൽ കലാമിനെ പറയുമ്പോൾ അങ്ങേരെ കാര്യം അങ്ങ് മറന്ന്. അങ്ങേരെ തന്നെ നമ്മുടെ ഈ സുബ്രഹ്മണ്യം കോളേജിൻ്റെ മുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പം അങ്ങേര് ഇവിടെ വന്ന കാലം തൊട്ട് ഇങ്ങനെ അവിടെ നിന്ന് അങ്ങേര് എപ്പോഴും ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് അങ്ങേര് നോക്കുന്നത്. ഏതിനും ഒരുപാട് ആൾക്കാരുള്ളിടത്തൊന്നും വരില്ല. അങ്ങനെ അങ്ങേര് ഒരു ദിവസം സ്ഥിരം അവിടെ വന്നുകൊണ്ടിരുന്നു. ഇങ്ങനെ വെട്ടി ആരാണെന്ന് എനിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ സൗമ്യമായ രീതിയിലേക്കാണ്. ISRO ജോലിയുള്ള ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട്. അയാൾ അവിടെ നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ വന്ന്. അപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ആ സുഹൃത്താണ് എന്നോട് പറഞ്ഞത് ആളിനെ അറിയാമോ എന്നിട്ട്. ഞാൻ പറഞ്ഞ് എനിക്കറിഞ്ഞോട്ടെ, ഇങ്ങനെ സ്ഥിരം ഇവിടെ വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇന്നാരാണ് ആൾ, അങ്ങനെ ഞങ്ങളെ എഞ്ചിനീയറാണ്. അതൊരു പ്രത്യേക മുടിയാണ്. ഒരു കണക്കിലും അത് നേരെ ഒതുങ്ങില്ല. അങ്ങനത്തെ ഒരു മുടിയാണത്. അന്ന് ഒരുമാതിരിയൊക്കെ വെട്ടി ഒതുക്കിയൊക്കെ വെച്ച് തോന്നാറുണ്ട് നമ്മൾ വെട്ടിയതാണ് ഇത്, അങ്ങനെ ഒതുങ്ങൂല എന്നുള്ള. അതിപ്പോഴും അങ്ങനെ തന്നെയല്ല. അങ്ങനത്തെ മുടി വെട്ട് ആര് വെട്ടിയിരുന്നിട്ടും മുടി നേരെ ഒതുങ്ങിയിരിക്കണ മുടിയല്ല അത്. എന്ന് പറഞ്ഞാൽ അതിന് ഈ ഇവിടെയൊക്കെ ഒരുപാട് ചുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മുടികൾ പല രീതിയിലൊക്കെയാണ് വളരുന്നത്. അത് ഒരുപാട് നീട്ടി വളർത്തിയാൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കിടക്കും. അതാണ് ഇങ്ങനെ കൂടുതൽ എനിക്ക് തോന്നുന്നു വളർത്തി ഇങ്ങനെ ഇടുന്നത്. അത് കുറച്ച് പിന്നെ കൂടുതലാകുമ്പോഴത്തേക്കാണ് പിന്നെ ഇത്തിരി കുറച്ച് നീളം കുറയ്ക്കണത്. കട്ടിങ്ങിൻ്റെ രീതി പറഞ്ഞാൽ പഴയ മോഡലാണ് ഇപ്പോഴത്തെ പുതിയ ഫാഷൻ. ഈ സൈഡ് ബാക്കൊക്കെ വെളുപ്പിച്ച് വെട്ടുക, അതൊക്കെ പണ്ടുള്ളതാണ്. അതിപ്പോഴും അതൊരു മോഡൽ എന്നുള്ള രീതിയിലാണ് വീണ്ടും ഉണ്ടായി വരുന്നത്. സമ്മർ സ്റ്റൈലൊക്കെ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ. അത് ഒരു 40 വർഷത്തിന് മുമ്പേ ഉള്ളതാണ് സമ്മർ സ്റ്റൈല്. ഇപ്പോഴും ഈ സമ്മർ മോഡൽ വെട്ടുന്ന നമ്മളെ വിഷ്ണുനാരായണൻ നമ്പൂതിരി, അങ്ങനെ സമ്മർ മോഡലാണ് ഇപ്പോഴും വെട്ടുന്നത്. പിന്നെ നമ്മളെ സത്യൻ മുഖേരി MLA, 2ാമത്തെ പ്രാവശ്യം MLA ആകുമ്പോഴത്തേക്കും വന്ന് മുടി വെട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ പ്രത്യേക പാർട്ടിയില്ല, എങ്കിലും വോട്ട് ചെയ്യുന്നത് ഞാൻ കോൺഗ്രസിനാണ് ഇതുവരെ വോട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പാർട്ടിയെ പറ്റിയും മോശമായ അഭിപ്രായമുണ്ട് എനിക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ചില ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുക എന്നുള്ളതാണ് അവരുടെ കാര്യം. അടിയന്തരാവസ്ഥ സമയത്തൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് അടിയന്തരാവസ്ഥയൊന്നും ഒരു ഇതുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഞാൻ രാത്രി 1 മണിക്ക് സെക്കൻഡ് ട്രെയിൻ കണ്ടിട്ട് ഇവിടെ സൈക്കിളിൽ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് അടിയന്തരാവസ്ഥ സമയത്ത്. പോലീസുകാർ ഇഷ്ടം പോലെ ഇങ്ങനെ റോഡിലൊക്കെ നിൽക്കും. അതിപ്പോൾ ഭരണകക്ഷികളല്ലേ, അവർക്ക് തോന്നണതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാനിൽ എന്തെല്ലാം കാണിക്കുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിക്ക് പിടിച്ച് നിൽക്കാനുള്ള ഒരു ഇത് നോക്കിയപ്പോഴത്തേക്ക് അവർ നോക്കിയപ്പോൾ ഇതേ പറ്റുള്ളൂ, അതിനെ അവരങ്ങ് പ്രഖ്യാപിച്ചു. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് മറ്റു പാർട്ടി വന്നിട്ട് അവർ നേരെ വിളുമഞ്ഞ് അതുമില്ല. അവരൊരു ജനതാ പാർട്ടി എന്നും പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കി. അത് 1-2 വർഷം നിലനിന്ന് അതങ്ങ് പോയി. അതിൽ നിന്നാണ് പിന്നെ BJP വരുന്നത്. മായാവതി ശരിക്കും പറഞ്ഞാൽ അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ അവരൊരു പ്രത്യേക ഒരു നല്ല രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് ഒരു സംശയം വേണ്ട.
അങ്ങേര് ചെയ്തതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല. എവിടെയും മുതലാളിമാരാണല്ലോ കൂടുതലും രാഷ്ട്രീയ നേതാക്കന്മാരെ ചാക്കിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതിനെ മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു പിടിയില്ല. അത് അങ്ങനെ എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ശൈലിയാണ്. അത് ഒന്നിങ്ങനെ എത്ര കാളറിൻ്റെ താഴെ കിടക്കണം, അതുവരെയുള്ള വിട്ടേ ഉള്ളൂ. സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് CPIയുടെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ CPI ഓഫീസിലാണ് താമസിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ കടയിൽ വന്ന് അവിടെ ഉള്ളവർ പലരും ഇങ്ങനെ നമ്മളെ വെളിയും ഭാർഗവൻ അവരവർക്കൊക്കെ എന്നെ അറിയാം. ഉണ്ടുണ്ടുണ്ട്. അയ്യോ, കണിയാവരെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ഥിരം ആളാണ്. അങ്ങനെ കൂളായിട്ട് സംസാരിക്കും, കാര്യങ്ങൾ പറയും, എല്ലാം ചെയ്യും. അവിടെ പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. തമാശ പറയും. അതിലൊക്കെ വളരെ എന്തെങ്കിലും ഇങ്ങനെ കോട്ടം ഉണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് കട മാറിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോയി. സിനിമാ നടന്മാരിൽ നമ്മളെ ഇങ്ങനൊരു പേരും മറന്നുപോയില്ലേ, അയാൾ ഡയറക്ഷനാണ്. അയാളെ അച്ഛൻ റേഡിയോ സ്റ്റേഷനിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇങ്ങനെ MG രാധാകൃഷ്ണൻ. ഞാൻ പണ്ടൊക്കെ 7 മണിക്കൊക്കെ തുറക്കുമായിരുന്നു. ഇപ്പം 10 മണിയാവും. പ്രായം കൂടുന്തോറും അന്ന് 75 പൈസ മുടി വെട്ടി ഷേവ് ചെയ്യണതിന്, കട്ടിങ് മാത്രം 50 പൈസ. വരുമാനം നമ്മളെ ചിലവൊക്കെയൊക്കെ നടന്നു പോണ്. നമ്മളെ കൊച്ചുങ്ങളെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ഇതുകൊണ്ടുള്ള വരുമാനമല്ലേ ഉള്ളൂ, വേറെ ഇല്ലല്ലേ. ബോർഡടിക്കണമെന്നാ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. കാശ് കിട്ടുന്ന ഏർപ്പാടാണ്.